കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനം. വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ഒറ്റപ്പെട്ട മഴ മാത്രമാണ് അനുഭവപ്പെട്ടത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന്. പക്ഷേ മഴ കുറഞ്ഞെങ്കിൽ പോലും മീനച്ചിലാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ജലാശയങ്ങളൊക്കെ കരകവിഞ്ഞു തന്നെ ഒഴുകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് വലിയ വെള്ളക്കെട്ടുമുണ്ട്. വിവരങ്ങളുമായി സനോജ് ഉണ്ട് നമ്മളോടൊപ്പം. എന്തൊക്കെയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ സാഹചര്യമെന്ന് പരിശോധിക്കാം. സനോജ്, ഗുഡ് മോർണിംഗ്. സനോജ്, ഇന്നലെ രാത്രി മഴ കുറവായിരുന്നു, ഇന്ന് പുലർച്ചെയും മഴ കുറവ് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുന്നത് കൊണ്ട് വെള്ളക്കെട്ടിന് കുറവുണ്ടാകില്ല. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ സ്ഥിതി എന്താണ്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ പകലും മഴ കുറവായിരുന്നു, ഇന്ന് പുലർച്ചെയും മഴ മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പാലാ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ രാവിലെ നഗരപ്രദേശങ്ങളിലെ കൊട്ടാരമറ്റം പോലെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. ഏറ്റുമാനൂർ പാലാ റൂട്ടിലും ഇരാറ്റുപേട്ട പാലാ റോഡിലും ഗതാഗതം നിലച്ചിരുന്നു. അങ്ങനെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗതാഗത യോഗ്യമായിരുന്നില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഈ പ്രദേശത്തെ കോട്ടയം ജില്ലയിലെ പല പ്രദേശങ്ങളിലെയും റോഡുകളിൽ നിന്നും വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോട്ടയം കുമരകം പാതയിൽ ഇപ്പോഴും പല പ്രദേശങ്ങളിലും വെള്ളമുണ്ട്. ഇല്ലിക്കൽ, ചെങ്ങളം പോലെയുള്ള പ്രദേശങ്ങളിലാണ് വെള്ളമുള്ളത്. മഴ മാറി നിൽക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയുടെ ദുരിതപ്പെയ്ത്ത് അനുഭവിക്കുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം കാരാപ്പുഴ പ്രദേശത്താണ്. ഈ കാരാപ്പുഴ പ്രദേശത്ത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിരവധി വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇടയ്ക്ക് അവർ ഈ വീടുകളിലേക്ക് വന്ന് അവരുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനത്താണോ ഇരിക്കുന്നത് എന്ന് പരിശോധിക്കുന്നുണ്ട്. ഉയരപ്രദേശങ്ങളിലേക്ക് ഈ വീട്ടുപകരണങ്ങൾ മാറ്റി വച്ചിരിക്കുകയാണ്. ഏകദേശം 114 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1000-ലേറെ ആളുകളാണ് കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഒരു ദാരുണമായ സംഭവം കൂടി ഇന്നലെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് വൈകുന്നേരം വീട്ടിലെ വാട്ടർ ടാങ്ക് ഒഴുകിപ്പോകുന്നത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു യുവാവിനെ കാണാതായിട്ടുണ്ട്. മണർകാട് സ്വദേശിയായിട്ടുള്ള ശരൺ എന്ന് പറയപ്പെടുന്ന യുവാവിനെയാണ് കാണാതായിട്ടുള്ളത്. ഈ പ്രദേശവാസിയായിട്ടുള്ള ആളിപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടൻ ഇവിടുത്തുകാരാണോ? ഇവിടുത്തുകാരൻ. ചേട്ടൻ്റെ വീട് ആ പ്രദേശത്താണ്? ഇവിടുന്ന് അവിടെ ജിംനാഷ്യം ഉണ്ട്. ആ ജിംനാഷ്യത്തിൻ്റെ ഇവിടുന്ന് അകത്തോട്ട് കയറി അവിടെ മൊത്തം വെള്ളം, അരയറ്റം വെള്ളത്തുള്ളൂ. ഈ ഭാഗത്ത് ഇപ്പോൾ എത്രത്തോളം വീടുകളുണ്ട്? ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു 35-40 വീടിൻ്റെ അടുത്തോളം ഉണ്ട്. ആ വീടുകളെല്ലാം വെള്ളം കയറിയോ? വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല. ചില വീടുകളിൽ കയറിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടൊക്കെ താന്നായിരിക്കുന്നത്. പിന്നെ അതൊന്നും കയറിയിട്ടില്ല. അത് ഇവിടെ ഇപ്പം നമ്മുടെ കൂട്ടുകാരനെ കൊണ്ട് പോയി, അവിടെ കയറിയിട്ടില്ല. പിന്നെ ഈ വീട്ടിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അകത്തോട്ട് കയറിയൊക്കെ കുറച്ച് വീടുകൾ കയറിയിട്ടുണ്ട്. ഇവരൊക്കെ വീട്ടിൽ തന്നെ കഴിയണോ അതോ ചിലർ ക്യാമ്പിലുണ്ട്? കാരണം ഈ തണുപ്പ് കാരണം വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. ഈ ടൈലൊക്കെ ഇട്ട് കാരണം ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ക്യാമ്പില്ല മിക്കവരും. പിന്നെ ഈ ഇതിനകത്തും ക്യാമ്പുണ്ട്, അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാമ്പിൽ ഇന്നലെ വെള്ളം കയറിയായിരുന്നു. ഇന്നലെ ക്യാമ്പിലും വെള്ളം കയറി? ഇവിടെ ഈ ക്യാമ്പ് വെള്ളം കയറിയിട്ടുണ്ട്. ഈ ക്യാമ്പ് നിങ്ങൾ അവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടുപകരണങ്ങളൊക്കെ ഉയരത്തിൽ മൊത്തം തകർന്നു പോയി, മൊത്തം പോയിരിക്കുമോ. ഫ്രിഡ്ജ് മാത്രം പൊക്കി വെച്ചിട്ടുണ്ട്, ബാക്കി മൊത്തം പോയി. കട്ടിലെ, വാഷിംഗ് മെഷീന്, മിക്സി ഇത് ടേബിളല്ലേ വെച്ചാൽ ടേബിൾ മറിഞ്ഞു പോയിരുന്നു. എല്ലാം നാശമായിട്ടിരിക്കുക. എല്ലാ മഴക്കാലവും നിങ്ങൾക്കൊരു ദുരിതകാലമാണല്ലേ? ആ, മഴക്കാലം ഒരു ദുരിതകാലം തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈത്തോടുകളും ഈ ഓടകളും ഒരുമാതിരിപ്പെട്ട എല്ലാം ഇത് പിന്നെ മണ്ണിട്ട് നികത്തിയിരിക്കുകയല്ലേ. ഇപ്പം ഇവിടെ തന്നെ ഒരു വലിയൊരു ബിൽഡിങ് വരുക, വലിയൊരു കണ്ടമായിരുന്നത്. വികസനവും ഉണ്ട്, വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇടയില്ല. ഇപ്പം ഇവിടെ തന്നെ നല്ലൊരു കൈത്തോടെ ഇത് നല്ല, ഞങ്ങൾ പണ്ട് കുളിച്ചോണ്ടിരുന്ന തോടെ. ഇതൊന്നും ഒരു വൃത്തിയാക്കി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കൗൺസിലർ പറയുന്നുണ്ട് അതെല്ലാം വൃത്തിയാക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇവിടുത്തെ സാഹചര്യം. നിലവിൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. പല വീടുകളിലും വെള്ളത്തിനടിയിലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത, മീനച്ചിലാറിൽ പെയ്ത അതിശക്തമായ മഴയുടെ ദുരിതം അനുഭവിക്കുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ്. കുമരകം, ആർപ്പൂക്കര, ഐമനം, തിരുവാർപ്പ് പോലെയുള്ള പഞ്ചായത്തുകൾ, അത് പടിഞ്ഞാറൻ പ്രദേശത്ത് അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമാണ്. ആ പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം മീനച്ചിലാർ കരകവിഞ്ഞു, വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമുണ്ടായി. അത് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ഇവിടുത്തെ ജലനിരപ്പ് താഴുന്നില്ല. പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് താഴുന്നില്ല. കോട്ടയം ജില്ലയുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയപ്പെടുന്നത് ഒരു കുന്നിൻ പ്രദേശത്തുനിന്നും പാലാ പോലെയുള്ള സമതല പ്രദേശത്തേക്ക് വെള്ളം വന്ന് താഴ്വാരത്തിലേക്ക് വെള്ളം പോവുകയാണ്. ആ താഴ്വാരം എന്ന് പറയപ്പെടുന്നത് പടിഞ്ഞാറൻ മേഖലയിലാണ്. അവിടെ നിന്നും
വെള്ളം ഇറങ്ങിപ്പോകണമെങ്കിൽ ഇനി 2-3 ദിവസക്കാലം എടുക്കും. കാരണം അത്ര ദിവസവും ഈ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ദുരിതത്തിൽ തന്നെയാണ്. മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പൊടുന്നനെയാണ് വെള്ളം വരുന്നത്. ഉരുൾപൊട്ടൽ അതുകൂടി വളരെ വേഗത്തിൽ അറിയേണ്ടതുണ്ട് സനോജ്, വേഗത്തിൽ പറയാം. വളരെ ഇപ്പോൾ ഈരാറ്റുപേട്ട, പൂഞ്ഞാറ് പോലുള്ള പ്രദേശങ്ങളിലെ ആ ഉരുൾപൊട്ടിയ മേഖലകളിലെയൊക്കെ അവസ്ഥ എന്താണ്? അവിടുത്തെ ഈ തടസ്സങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈരാറ്റുപേട്ട ജനങ്ങൾ വലിയ ദുരിതത്തിൽ തന്നെയാണ്. കാരണം ഉരുൾപൊട്ടി അരമണിക്കൂർ കൊണ്ട് വെള്ളം അവരുടെ മൂക്കറ്റം എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വീട്ടുപകരണങ്ങൾ പോലും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ അനുഭവിച്ചു. അവിടെ ഉള്ള എല്ലാ വീടുകളിലും വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായി നശിച്ചു. ഒരു സാധനങ്ങൾ പോലുമില്ല. കാരണം ഓണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് ഈരാറ്റുപേട്ട. അതിനുവേണ്ടിയുള്ള മുൻകരുതലൊക്കെ എടുത്ത് വ്യാപാരികൾ തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഈ ദുരന്തമുണ്ടായത്. അങ്ങനെ കോടികളുടെ നഷ്ടം ഈരാറ്റുപേട്ട നഗരപ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാത്രം സംഭവിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ്, മിക്സി, വാഷിംഗ് മെഷീൻ, TV ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ എല്ലാം നശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈരാറ്റുപേട്ടയിലെ ജനങ്ങളുടെ ഒരു സാഹചര്യം. പക്ഷേ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരുമ്പോൾ കിഴക്കൻ മേഖലയിൽ മഴ പെയ്യുന്നുണ്ട്, മഴ ശക്തി പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുമ്പോൾ 1-2 ദിവസം എടുത്ത് മാത്രമാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം ഒഴുകിയെത്തുക. അതുകൊണ്ട് ആളുകൾ അവരുടെ വീട്ടുപകരണങ്ങളൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് എടുത്തു മാറ്റിവെക്കാൻ അവർക്ക് സമയം കിട്ടും. പക്ഷേ വെള്ളം ക്രമാതീതമായി ഉയരുകയാണെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആ വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെയും ചില അനുഭവങ്ങളുണ്ട്. ഏതായാലും ഈ മഴയുടെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ടത് ഈരാറ്റുപേട്ടയാണ്. അതിൻ്റെ കെടുതി അനുഭവിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ്. ഇനിയും 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ വെള്ളം മുഴുവൻ പൂർണ്ണമായും ഇറങ്ങിപ്പോവുകയുള്ളൂ. മനു.